കോടതിക്ക് പുറത്ത്, ഹൈക്കോടതിക്ക് പുറത്ത് ഇപ്പോൾ സെയ്ഫ് ന്യൂസ് ആലിയാറുണ്ട്. ഒപ്പം തന്നെ അലി അക്ബർ ഷായും. ആദ്യം അലി അക്ബർ ഷായിലേക്ക്. അലി അക്ബർ ഷാ, കോടതിക്ക് പുറത്താണ് അലി അക്ബർ ഷാ ഉള്ളത്. കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന സുപ്രധാനമായ പ്രതികരണങ്ങളാണ്. ഇതിപ്പോൾ കേസ് തീർപ്പാക്കിയെങ്കിലും കോടതിയിൽ നിന്ന് വന്നിരിക്കുന്ന പരാമർശങ്ങൾ, വന്നിരിക്കുന്ന താക്കീതൊക്കെ തന്നെയും വളരെ പ്രധാനമാണ്. ഇനി അങ്ങോട്ട് മുഴുവൻ ആളുകൾക്കുമുള്ള, ഈ തരത്തിൽ പ്രതികരിക്കുന്നവർക്ക് മുഴുവനുള്ള ഒരു സന്ദേശമാവുകയാണ് കോടതിയുടെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്ന പ്രതികരണങ്ങൾ. എന്താണ് കോടതിക്ക് പുറത്തു നൽകാവുന്ന വിവരങ്ങൾ? തീർച്ചയായും സ്മൃതി, നമ്മൾ പറഞ്ഞതുപോലെ ഇത് ഒരു ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ കോടതി നടത്തിയിരിക്കുന്നത്. ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി സ്ത്രീകൾക്കെതിരായി അധിക്ഷേപ പരാമർശങ്ങൾ നടത്തുന്ന, വിയോജിപ്പുള്ള അല്ലെങ്കിൽ വിമർശനമുള്ള സ്ത്രീകൾക്കെതിരെ ഇത്തരത്തിലുള്ള അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തുന്ന മുഴുവൻ ആളുകൾക്കുമുള്ള താക്കീത് എന്ന നിലയിലാണ് ഈ ബോബി ചെമ്മണ്ണൂരിന്റെ കേസിനെ, ഹണിറോസിന്റെ പരാതിയിലുണ്ടായ ഈ കേസും ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളെയും കോടതി കൈക്കൊണ്ട രീതികൾ എന്ന് പറയുന്നത്. പ്രധാനമായും ഇപ്പോൾ ഈ മാപ്പപേക്ഷ കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോഴും കൃത്യമായ വ്യവസ്ഥകളുടെ ഭാഗമായിക്കൊണ്ടാണ് ഈ മാപ്പപേക്ഷ അംഗീകരിച്ചിരിക്കുന്നത്. ഇനി ഏതെങ്കിലും തരത്തിലുള്ള ഇത്തരത്തിലുള്ള പദപ്രയോഗങ്ങളോ ഇത്തരത്തിലുള്ള പരാമർശങ്ങളോ സമൂഹ മാധ്യമങ്ങൾ വഴിയോ മറ്റേതെങ്കിലും വഴിയോ ബോബി ചെമ്മണ്ണൂർ നടത്തിയാൽ ഈ ജാമ്യം റദ്ദ് ചെയ്യാൻ കഴിയും. നമുക്കറിയുന്നതുപോലെ കാലങ്ങളായി ബോബി ചെമ്മണ്ണൂർ തുടർന്നു വരുന്നതാണ്. തന്റെ മാർക്കറ്റിംഗ് തന്ത്രങ്ങളുടെ ഭാഗമായി ചെറിയ മൈനറായിട്ടുള്ള കുട്ടികളെ ഉൾപ്പെടെ ഇത്തരത്തിലുള്ള ദ്വയാർത്ഥ പ്രയോഗങ്ങളിലൂടെയുള്ള കണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്ത് അയാളുടെ PR ടീം അവരുടെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ പങ്കുവെക്കുന്നത്. സ്വാഭാവികമായും ഇനി ഏതെങ്കിലും നിലയിൽ അത്തരത്തിലൊരു നടപടി ബോബിയുടെ ഭാഗത്തുനിന്നും ഉണ്ടായാൽ അത് കടുത്ത നടപടികളിലേക്ക് പോകുന്ന നിലയിലേക്കാണ് കോടതി വ്യവസ്ഥകൾ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അതിനിർണായകമാണ് ഈ നീക്കം എന്ന് തന്നെ പറയേണ്ടി വരും. ഇതിനു മുൻപ് ഈ ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം ബോബി നടത്തിയ പരാമർശങ്ങൾ ഉൾപ്പെടെ കോടതി കൃത്യമായി നിരീക്ഷിച്ചു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രതി ജാമ്യാപേക്ഷ സമർപ്പിക്കുകയും അയാൾക്ക് അനുകൂലമായി കോടതി വിധി പ്രസ്താവിച്ച് ജാമ്യം ലഭിച്ച ശേഷം ഇയാൾ ജയിലിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങില്ല എന്ന നിലപാടെടുക്കുകയും ചെയ്യുന്നു. ഈ റിമാൻഡ് തടവുകാർക്ക് അവരോടൊപ്പം ചേർന്ന് അവർക്ക് നീതി വാങ്ങിക്കൊടുത്തതിന് ശേഷം മാത്രമേ താൻ പുറത്തേക്ക് ഇറങ്ങൂ എന്നെല്ലാമുള്ള അതിവിചിത്രമായ വാദങ്ങൾ, ആ രംഗങ്ങൾക്കായിരുന്നു, അതിനാടകീയ രംഗങ്ങൾക്കായിരുന്നു ഇന്നലെ നമ്മൾ സാക്ഷ്യം വഹിച്ചത്. കോടതി, ജില്ലാ ജയിൽ സാക്ഷ്യം വഹിച്ചത്. ഇതെല്ലാം പരാമർശിച്ചുകൊണ്ടാണ് കോടതിയെ വെല്ലുവിളിക്കുന്നു, കോടതിക്കെതിരെ യുദ്ധം പ്രഖ്യാപിക്കുന്നു ബോബി എന്നതുൾപ്പെടെയുള്ള പരാമർശങ്ങൾ നടത്തിക്കൊണ്ടാണ് ഇന്ന് കോടതി ഈ വിഷയത്തെ കൈകാര്യം ചെയ്തത്. അതുകൊണ്ട് തന്നെ അതിനിർണായകമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കോടതി കൈക്കൊണ്ടിരിക്കുന്ന തീരുമാനങ്ങൾ. ഇനി ഏതെങ്കിലും നിലയിൽ സ്ത്രീകൾക്കെതിരായി ഇത്തരങ്ങൾ പരാമർശങ്ങൾ നടത്തുന്ന അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കണ്ടന്റുകൾ യൂട്യൂബ് വഴിയും മറ്റ് സമൂഹ മാധ്യമങ്ങൾ വഴിയും ഇറക്കുന്ന ആളുകൾക്കുള്ള കൃത്യമായ ഒരു താക്കീത് എന്ന നിലയിൽ തന്നെ വേണം ഈ വിധിയെ കാണാൻ. എല്ലാ സ്ത്രീകളോടുമുള്ള കൃത്യമായ നിലപാട്, സ്ത്രീകൾക്ക് ഭരണഘടന ഉറപ്പു നൽകുന്ന എന്ത് ബഹുമാനം, എന്ത് അവർ ഏത് രീതിയിലാണ് അവരോട് ട്രീറ്റ് ചെയ്യേണ്ടതെന്നത് ഉൾപ്പെടെയുള്ള കൃത്യമായ ഒരു മുന്നറിയിപ്പ് എന്ന നിലയിൽ തന്നെയാണ് ബോബി ചെമ്മണ്ണൂരുമായി ബന്ധപ്പെട്ട ഈ കേസിലെ വിധി തീരുമാനം.